അവർ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണത്. നിങ്ങൾ ബദരീങ്ങളെ രക്ഷിക്കണേ, മൊയ്തീൻ ഷെയ്ഖെ കാക്കണേ എന്ന് സുന്നത്താണെന്നോ വാജിബാണെന്നോ ആരും പറയുന്ന, സുന്നികൾ പറയുന്നില്ല. സുന്നികൾ പറയുന്നത് അത് ജായിസാണെന്നാ. എന്നാൽ ഇവിടെ ഇസ്ലാഹി പ്രസ്ഥാനം പറയുന്നത് അത് ഹറാമാണ്, അത് മുശ്രിക്കാണ്, നിങ്ങളെ ആഖിറം നഷ്ടപ്പെട്ടു പോകും, മരിക്കുമ്പോൾ യഥാർത്ഥ മുസ്ലിമായി തൗഹീദിയായിട്ട് മരിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഈ സമയത്താണ് ഒരു സാധാരണക്കാരൻ ചിന്തിക്കേണ്ടത്, ഒന്നും വേണ്ട, നമുക്ക് അടിസ്ഥാനപരമായ ഇസ്ലാമിൽ തൗഹീദിന്റെയും അതുപോലെ ഷിർക്കിന്റെയും അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഈ ഇസ്തിഗാസയാണ്. അതങ്ങോട്ട് ഉപേക്ഷിച്ചാൽ തന്നെ ഒരു പരിധി വരെ നമ്മുടെ ഈമാൻ പരിപൂർണമാകും. പക്ഷെ ഒരു സാധാരണക്കാരൻ ചിന്തിക്കേണ്ടത്, എന്തിനാ കൂട്ടരെ റിസ്ക് എടുക്കുന്നത്? സുന്നികൾ അത് സുന്നത്താണെന്ന് പറയുന്നില്ലല്ലോ, അത് കേവലം ജായിസാണെന്നാ പറയുന്നത്. അതുകൊണ്ട് എന്തിനാണ് ആ പരിപാടി? അത് നിർത്തിവെക്കുക, അത് വേണ്ട. മൊയ്തീൻ ഷെയ്ഖെ രക്ഷിക്കണേ, മമ്പൂർത്തങ്ങളെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നുള്ള പ്രാർത്ഥന വേണ്ട. അത് പ്രാർത്ഥിച്ചില്ലെങ്കിൽ അള്ളാഹ് ചോദിക്കോ നാളെ ഖിയാമത്ത് നാള്? ഇല്ല. അത് ജായിസാണ്, കേവലം ജായിസ് മാത്രം, സുന്നത്ത് പോലും അല്ല. അപ്പൊ സാധാരണക്കാർ ചെയ്യേണ്ട എന്താണ്? ആ പരിപാടിയാണ് നിർത്തിവെക്കുക. എന്നാൽ തന്നെ നമ്മുടെ ഈമാനിന്റെ ഒരളവോളം കുറേയൊക്കെ രക്ഷപ്പെടും. പിന്നെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, അപ്പോൾ ഈ ഇസ്തിഗാസ എന്ന വിഷയത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യം. ഒരിക്കൽ അബ്ദുൽ ഹമീദ് ഫൈസിയുടെ ഒരു പ്രഭാഷണം കേട്ടു. അത് ജായിസ് ആണെങ്കിലും, നിങ്ങൾ കേട്ടതാ, ഞാൻ വീണ്ടും ആവർത്തിക്കല്ല, ജായിസ് ആണെങ്കിലും അത് പുണ്യകരമാണ്, പ്രത്യേകം പ്രതിഫലമുണ്ട്. എന്താ കാരണം? ബെൻസ് കാറ് കോഴിക്കോട്ട് പോകുന്നതും KSRTC കോഴിക്കോട്ടേക്ക് പോകുന്നതും ഏതുപോലെയാണ്? ബെൻസ് കാറിലല്ല സുഖം. അപ്പൊ മൊയ്തീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ബെൻസ് കാറും പോകും പോലെയാണ്, അത് ഭയങ്കരമായ കാര്യമാണ്. എന്നാൽ മറ്റത് KSRTC ആണ്. അള്ളാഹിനോട് ദ്വാരക്കാരനത് അന്നും ആ എത്തിക്കോളണമെന്നില്ല. കാരണം KSRTC പഞ്ചറായി കഴിഞ്ഞാൽ ബൈക്ക് കൊടുങ്ങും, എന്നാൽ ബെൻസ് കാറോ അത് സുന്ദരമായിട്ട് പോകും. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം മനുഷ്യന്മാരോട് പറയുമ്പോൾ ബുദ്ധിയുള്ള മനുഷ്യന്മാര്, എന്റെ സുഹൃത്തുക്കളെ, ചിന്തിക്കൂലേ? ഇത് ചിന്തിക്കൂലേ? ഇങ്ങനത്തെ കാര്യങ്ങള് ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുക. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അതുപോലെ ഖുർആൻ ആയത്ത് പച്ചയായിട്ട്, നിങ്ങൾക്കറിയാം മാളിയക്കൽ സഖാഫി, അത് ഞാൻ ഗൾഫിൽ നിന്ന് വായിച്ചതാ. ഞാൻ പറഞ്ഞില്ലേ, കുറെ കാലത്ത് ഞാൻ ഈ ആശയങ്ങൾ മനസ്സിലുണ്ടെങ്കിലും എന്തൊക്കെയാണ് കാര്യങ്ങൾ ഇവർ പറയുന്നത് എന്ന് ശരിക്കും ശ്രദ്ധിച്ചില്ലായിരുന്നു. അതിന്റെ ഇടയിലാണ് ഒരു മുജാഹിദ് സുഹൃത്ത്, ഒരു അബ്ദുറഹിമാൻ, മുജാഹിദ് അബ്ദുറഹിമാൻ എന്നാണ് ഞങ്ങൾ കമ്പനി ആളെ പറയല്, കാരണം അത്രമാത്രം ഇഖ്ലാസുള്ള മനുഷ്യനാണ്. അദ്ദേഹമാണ് ഈ മുജാഹിദിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഈ മരത്തിനെ ശരിക്കും അമർത്താൻ സഹായിച്ചത്. എനിക്ക് കടപ്പാടുണ്ട് ആ വിഷയത്തിൽ അയാളോട്. കാരണം അയാൾ വളരെയധികം പ്രോത്സാഹനം തന്നു. അയാൾ ഈ പുസ്തകം തന്നു. ആ പുസ്തകത്തിൽ പറഞ്ഞു, ആ ഖുർആൻ ആയത്ത് വസ്തഗ്ഫറ ലഹുമുർ റസൂലു എന്നുള്ള റസൂല എന്ന് തിരുത്തി പച്ചയായിട്ട് ഖുർആനിനെ തിരുത്തിയ ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ ഇവിടത്തെ ഖുറാഫികളാണ്. സുന്നികൾ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല അവരെ കുറിച്ച്. കാരണം സുന്നി എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? സുന്നത്ത് അംഗീകരിക്കുന്ന ആളുകളാണ്. സുന്നത്ത് അംഗീകരിക്കുന്ന ആളുകളാ സുന്നികള്. കാരണം അവർക്ക് സുന്നത്തില്ല, അവർക്ക് സുന്നിയത്തില്ല. സുന്നിയത്തുള്ളവർ ഇവിടെ ആരാണ്? അവിടെ യഥാർത്ഥ ഇസ്ലാഹി പ്രസ്ഥാനം മാത്രമാണ്. നമ്മൾ ഓരോ കാര്യം എടുത്ത് പരിശോധിച്ചാൽ ഇവിടുത്തെ കുത്തുബിയത്ത്, മൗലൂദ്, ഇപ്പൊ കഴിഞ്ഞ മൗലൂദ്, റാത്തീബ്, ഞാൻ 19 കൊല്ലം പറഞ്ഞല്ലോ, 19 കൊല്ലം സമസ്തയെ പഠിപ്പിച്ചതാ. ആ സമസ്ത കിതാബില് 5ലും 6ലും അറബി മലയാളത്തിൽ പഠിപ്പിക്കുന്നുണ്ട് ഒരാൾ മരിച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന്. ആ മരിച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുന്ന ആ കിതാബിലൊന്നും മരണ ഹാജരായി ചെയ്യേണ്ടതും മരിച്ചാൽ വയറ്റുമ്മല് ഭാരം വെക്കേണ്ടതും എല്ലാ വിഷയവും പഠിച്ചിട്ട് അവസാനം മരിച്ചു കഴിഞ്ഞാൽ ഒരു വെള്ളത്തുടി കൊണ്ട് മൂടി ആ മയ്യത്തിന്റെ ബന്ധപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ അവിടെ ചുറ്റുഭാഗത്തും ഇരുന്നു കൊണ്ട് ഖുർആൻ ഓതണം എന്ന് അറബി മലയാളത്തിൽ എഴുതാതിരിക്കാൻ സമസ്തയെ പ്രേരിപ്പിച്ച വസ്തു എന്താണ്? എന്താ വസ്തുത? അതിന് കാരണം, അതിന് തെളിവില്ല സുഹൃത്തുക്കളെ, തെളിവില്ല. സമസ്ത ഇവിടെ പഠിപ്പിക്കുന്നതല്ല ദീന്, സമസ്ത, അതിന് തെളിവില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ഒരിക്കൽ പറയാൻ നിർവാഹമില്ല. 3 കൈക്കലുണ്ട്, 7 കൈക്കലുണ്ട്, 40 കൈക്കലുണ്ട്. എന്താണ് ഈ അറബി മലയാളത്തിൽ എഴുതിയ ഈ പുസ്തകത്തിൽ അത് പഠിപ്പിക്കാത്തത്? പ്രിയമുള്ള സുഹൃത്തുക്കളെ, അതൊന്നും ദീനല്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ പഠിപ്പിക്കുന്നില്ല. എന്നാൽ പ്രിയമുള്ള സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ ഷാഫി മദ്ഹബിന്റെ കിതാബ് ഒരാൾ ശരിക്കും പരിശോധിച്ചാൽ, ശരിക്കും
ബുദ്ധിയോടെയും പണയം വെക്കാതെ ഷാഫി മദ്ഹബിന്റെ കിതാബുകൾ പരിശോധിച്ചാൽ തന്നെ മുജാഹിദ് പ്രസ്ഥാനമാണ് ഇവിടെ പറയുന്നത് എന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവുമില്ല. ഒരല്പം കിതാബ് ഓതി ഇപ്പൊ വേണ്ട, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മദ്ഹബ് ഷാഫി മദ്ഹബിന്റെ കിതാബുകൾ ഇവിടെ ഇഷ്ടംപോലെ കിതാബുണ്ട്. ഞാൻ കൂടുതൽ പറയുന്നില്ല, അത് പറയുമ്പോൾ കുറെ സമയം പിടിക്കും. എല്ലാ മഹല്ലി പോലെ മുഗനി, ഷറഹുൽ മുഅദ്ദബ് ഇതൊക്കെ ഒന്ന് പരിശോധിച്ചാൽ ശരിക്കും ഇവിടെ ഇപ്പം കുറെ ആളുകൾ ഈ പരിപാടി കേൾക്കുന്നുണ്ടാവും, ഇവിടെ മുസ്ലിം കുട്ടികളുണ്ടാവും. ഒന്നും വേണ്ട, നമ്മുടെ 10 കിതാബ് ഉണ്ടല്ലോ, 10 കിതാബ് എല്ലാവർക്കും അറിയാം. പഴയ വേസന്മാരൊക്കെ പള്ളി ദർസ് ഓതി പഠിക്കുന്ന കിതാബാണ് 10 കിതാബ്. ആ കിതാബ് ഒന്ന് നമ്മളെ പള്ളിയിൽ പോയിട്ടൊന്ന് ശരിക്കൊന്ന് മനസ്സ് ശരിക്കും ശുദ്ധമായിട്ട് APO EK അല്ലെങ്കിൽ ഒന്നും ചായവാതെ അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. കുറച്ച് അറബി, അധികം അറബി അറിയണമെന്ന് ആവശ്യമില്ല. കുറച്ച് അറബി അറിയുന്ന ആളുകൾ ആ 10 കിതാബ് ഒന്ന് എടുത്ത് ഓതി നോക്കിയാൽ മതി. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നിസ്കാരത്തിൽ എവിടെ കൈ കെട്ടുന്നത് ഇലാ സദിരിഹിന്ന് ശരിക്കും വ്യക്തമായി പച്ചലവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല എല്ലാ കാര്യങ്ങളും. പക്ഷെ ആരും അത് ശ്രമിക്കൂല. എന്താ കാരണം? പൊതുജനങ്ങൾക്ക് കിതാബ് അറിയില്ല. ആ സാധുക്കള് ഈ പണ്ഡിതന്മാർ പണ്ടേ ഈ പണ്ഡിതന്മാർ പറഞ്ഞതെല്ലാം ആമന്ന സല്ലംന എന്ന് പറഞ്ഞ് പൂർണ്ണമായും അണ്ണാക്ക് തൊടാതെ വീങ്ങിച്ചേരുള്ള സാധുക്കളാണ്. അവരെ കുറ്റം പറയുന്നില്ല, അവർക്ക് മറ്റത് വായിക്കാൻ അറിയില്ല. എന്നാൽ പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ സമസ്ത ആലിമീങ്ങൾ പറയുന്നതാണ് പൂർണ്ണമായും ശരി എന്ന് അംഗീകരിക്കുന്ന ഈ ആളുകൾ ഒന്ന് ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടതുണ്ട്. സമസ്ത മുമ്പ് പറഞ്ഞതും ഇപ്പൊ പറഞ്ഞതും വ്യത്യാസമുണ്ടോ ഇല്ലേ? ഇവിടെ ആരാണ് എന്ന് നിലനിൽക്കുന്നത്? ഇവിടെ ഇസ്ലാഹി പ്രസ്ഥാനം ആദ്യം പറഞ്ഞതും ഇന്ന് പറഞ്ഞതും ഒന്നല്ലേ? സമസ്ത മുമ്പ് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും ഏതാണ്? ഇവിടെ നേരത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ ഖുർആൻ പരിഭാഷ നിങ്ങൾക്കറിയോ? ഖുർആൻ പരിഭാഷ ഒരു കാലത്ത് ഹറാമെന്ന് പറഞ്ഞിനി, അത് പരിഭാഷപ്പെടുത്തുന്നവൻ മുർത്തദാണെന്ന് പച്ചയിൽ എഴുതി. ഇവിടെ പച്ചയിൽ എഴുതി ഹറാമാണ് ഖുർആൻ പരിഭാഷപ്പെടുത്തുന്നവൻ, അത് ഹറാമാണ്, അവൻ മുശ്രിക്കാണ്, അത് മുർത്തദാണ്. ഇന്ന് ആർക്കാണ് സുഹൃത്തുക്കളെ ഖുർആൻ പരിഭാഷ അധികം ഉള്ളത്? അന്ന് സമസ്ത പറഞ്ഞത് മാറ്റിലേ. പെണ്ണുങ്ങൾക്ക് എഴുത്തും വായനയും പഠിപ്പിക്കൽ ഹറാമ്. ഇവിടെ നേരത്തെ പ്രമേയമൊക്കെ ഇവിടെ തങ്ങൾ പറഞ്ഞു ഹറാമാണെന്ന് ഒരു കാലത്ത് പ്രമേയം പാസ്സാക്കി ഈ തലയെക്കെട്ട് കെട്ടിയ ഈ പാവപ്പെട്ട പണ്ഡിതന്മാർ ഇപ്പൊ എവിടെ എത്തി അവര്? അപ്പൊ ചുരുക്കത്തിൽ സാമാന്യ ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കേണ്ടത് അവര് മുമ്പ് പറഞ്ഞതൊക്കെ മാറ്റുന്നുണ്ട്. എന്നാൽ ഇസ്ലാഹി പ്രസ്ഥാനം അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും ഒന്നാ. ഇന്ന് പെണ്ണുങ്ങൾക്ക് പള്ളി, നമുക്ക് 3 ചുമരാണ്, അവർക്ക് 4 ചുമരാണ്, അടുത്ത് തന്നെ. ചുരുക്കത്തിൽ എല്ലാ കാര്യങ്ങളിലും ഇസ്ലാഹി പ്രസ്ഥാനത്തിനോട് പരിപൂർണമായും സമസ്തക്കാര് യോജിച്ചിങ്ങനെ വരുന്നുണ്ട്. ഒരു 10-15 കൊല്ലം കൂടി കഴിയുമ്പോഴേക്കും വല്ലാതൊന്നും മാറ്റം ഉണ്ടാവില്ല. പിന്നെ അള്ളാഹുവിന്റെ പ്രകൃതി മതമാണിത്, ഇസ്ലാം മതം. ആ ഇസ്ലാം മതം അള്ളാഹ് സംരക്ഷിക്കും. ഇവിടെ കുത്തുബിയത്ത് എടുത്തുപോയി സുഹൃത്തുക്കളെ, മൗലൂദ് പോയി, ഇനിയിപ്പോ കുറെ പുതിയത് ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. വിക്ര ഹൽക്കിയും മറ്റേ സലാത്തുകളും കുറെ പോകുമ്പോൾ വരെ ഉണ്ടാക്കണല്ലോ. കാരണം കാശ് വേണ്ടേ? കാശ് പരിപാടിയാണ്. സമ്പത്ത് ജമാഅത്ത് എന്ന് ഞാൻ അതിനെ പറയല്ലേ. സുന്നത്ത് ജമാഅത്ത് എന്ന് പറയാൻ പറ്റില്ല, സമ്പത്ത് ജമാഅത്ത്. ആ സമ്പത്ത് ജമാഅത്തിന്റെ ഭാഗമാണ് ഇപ്പൊ പിന്നെ മലപ്പുറത്തുള്ള ആ സലാത്ത്. അതുപോലെ കുറെ കാര്യങ്ങളെല്ലാം ഇനി വരാനുണ്ട്. ഇനി എത്ര കാണാനിരിക്കുന്നു നമുക്ക് കാണാം. അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എനിക്ക് പറയാനുള്ളത്, ഈ പ്രസ്ഥാനത്തേക്ക് കടന്നു വന്നത് കിതാബ് ഓതി പഠിച്ചൊന്ന് ശരിക്കും വായിച്ചു നോക്കി. അതാ ശരിക്കൊന്ന് നോക്കി. ആദ്യം ഓതി പഠിക്കുന്ന കാലത്തൊന്നും ബോധമില്ല. ഇനി അന്നാണ്ട് ഓതിപ്പോയി. പിന്നെ ശരിക്കും അതിന് കാരണമുണ്ട്. ഇപ്പോഴത്തെ ഇസ്ലാഹി പ്രസ്ഥാനക്കാർ, നമ്മളെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാര് പറഞ്ഞു കിതാബിൽ ഇങ്ങനെ ഉണ്ട്, ഒന്ന് നോക്കിയാണേന്ന്. അതന്നെ എനിക്കും പറയാനുള്ളത്. ഷറഹുൽ മുഅദ്ദബും ഉമ്മും മഹല്ലിയും ഫതുൽ മുഈനും 10 കിതാബ് ഒന്ന് വായിച്ചു നോക്കി. ഇവിടുത്തെ പാവപ്പെട്ട മുത്തഅല്ലിമീങ്ങളോട് പറയാനുള്ളത്, അവരൊന്ന് വായിച്ചു നോക്കട്ടെ. എന്നിട്ട് ഈ മുജാഹിദ് പറഞ്ഞത് ശരിയാണോ ഇല്ലേ, അതിലുണ്ടോ ഇല്ലേ നോക്കി എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുക. അല്ലാതെ ഈ പറയുന്നതൊക്കെ തെറ്റാണ്, അവർ പേച്ചതാണെന്ന് ആക്ഷേപിക്കുന്നതിന് മുമ്പ് ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഈ പറഞ്ഞതും ഈ പരിപാടിയും അള്ളാഹു ഒരു പുണ്യകർമ്മമായി നമ്മൾ ഇന്ന് സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പണ്ഡിത സംഗമത്തെ അഭിമുഖീകരിച്ച് സംസാരിച്ച മുഹമ്മദ് ദാരിമിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു.